നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം മഹാദേവൻ തരട്ടെ. എല്ലാവർക്കും ശുഭദിനാശംസകൾ, എല്ലാ നന്മകളും നേരുന്നു. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇടവൻ രാശിയിൽപ്പെടുന്ന രോഹിണി നക്ഷത്രം, മിഥുനൻ രാശിയിൽപ്പെടുന്ന മകരം, തിരുവാതിര, വ്രതം നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് അല്പം ബുദ്ധിമുട്ടുകളാണ് ഈ നടക്കുന്ന സമയം വാസ്തവത്തിൽ. അപ്പോൾ അതിനെ പറ്റിയാണ് ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്പം സാമ്പത്തികമായിട്ടും ദാമ്പത്യ ജീവിതത്തിലും അല്ലാതെ മറ്റ് സജ്ജനങ്ങളായിട്ടും അതുപോലെ തന്നെ കർമ്മരംഗത്തൊക്കെ അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രോഹിണിക്കാർക്ക് ഉണ്ട് അതിനുള്ള സാധ്യത, മകേരിക്കാർക്ക് ഉണ്ട്, തിരുവാതിര, വ്രതം ഈ നാളുകാർക്കൊക്കെ ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉള്ള ഒരു സമയമാണ് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മിഥുനം മാസം എന്ന് പറഞ്ഞാൽ ഇത്തിരി അല്പം സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഉള്ളൊരു മാസമാണ് ഈ നാളുകാർക്ക്. അപ്പോൾ ഇത് വളരെ ചുരുക്കം ആൾക്കാർക്ക്, ചില രോഹിണിക്കാർക്ക് അതുപോലെ തന്നെ ചില പുണർന്ന നക്ഷത്രക്കാർക്കൊക്കെ അല്പം ധനത്തിൻ്റെ സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എവിടെ നിന്നൊക്കെ പ്രതീക്ഷിക്കാതെ കുറച്ച് പണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ള കുറച്ച് പണം, നമ്മളിന്ന് കടം വാങ്ങിച്ച കുറച്ച് പണം, നമ്മളിന്ന് അപഹരിച്ചു കൊണ്ടുപോയി ആരെങ്കിലും കൊണ്ടുപോയ കുറച്ച് പണം, അങ്ങനെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അത് രോഹിണി നക്ഷത്രത്തിനും പുണർന്ന നക്ഷത്രത്തിനും അതിനുള്ള സാധ്യതയുണ്ട്. ബാക്കി നാളുകാർക്ക് അല്പം വിഷമസന്ധികളാണ്, അലച്ചിലാണ് കുറച്ചേ കർമ്മങ്ങളായിട്ട്. അതായത് നമ്മളുടെ ജോലി രംഗങ്ങളൊക്കെ ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അകൽച്ചകൾ ഉണ്ടാവും, അതുപോലെ തന്നെ അലച്ചിലുണ്ടാവും, ചിലപ്പോൾ സ്ഥാനഭ്രംശം ഉണ്ടാവും, നിൽക്കുന്ന ജോലിയിൽ നിന്ന് ചിലപ്പോൾ മാറ്റാനും മാറാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സംഗതികളൊക്കെ വന്നു ചേരാനുള്ള സമയമാണ് ഈ മിഥുനമാസം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ മാനസികമായിട്ട് പല സമ്മർദ്ദങ്ങളും വന്നു ചേരുവർക്ക്, രോഹിണിക്കാർക്കാണെങ്കിലും മകേരിയക്കാർക്കാണെങ്കിലും തിരുവാതിരക്കാർക്കാണെങ്കിലും വ്രതക്കാർക്കാണെങ്കിലും ഒക്കെ മാനസികമായിട്ട് പല ചിന്താഗതികൾ, വിഷമങ്ങളെ ഉണ്ടാക്കുന്ന ചിന്താഗതികൾ വന്നു ചേരും. അതിനൊക്കെ സാധ്യതയുണ്ട്. കാരണം അവർക്ക് വരുന്ന അനുഭവങ്ങൾ അങ്ങനെയാവുള്ളൂ ഈ മാസത്തിൽ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അവർ. മാനസിക വിഷമങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനകത്തൊന്നും അകപ്പെടാതെ വേറെ ഒരു വിഷമസന്ധിയിലേക്ക് പോവാതെ അതെല്ലാം ദൈവത്തിൽ അർപ്പിച്ച് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് മുന്നോട്ട് നല്ല രീതിക്കൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനൊക്കെയുള്ള സാഹചര്യങ്ങളെല്ലാം മനസ്സുകളും പ്രാപ്തരാക്കി എടുക്കണം. അതിലെ ചുരുക്കം ആൾക്കാർക്ക് ഈ വീട് നിർമ്മിക്കാനും അല്ലെങ്കിൽ വീട് നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ, ചില ആൾക്കാർക്ക് അത് ശരിക്കും പുണർതം മകരം നാളുകാർക്കാണ് കൂടുതലും ആ അനുഭവം ഉണ്ടാവാൻ സാധ്യത. ഇപ്പോൾ ഒരു വീട് നിർമ്മാണം ആരംഭിക്കാനുള്ള നല്ലൊരു മനസ്സ് വരും, അതിനുള്ള സാഹചര്യങ്ങളെ പറ്റി അന്വേഷിച്ച് അത് ആരംഭിക്കാനുള്ള സ്ഥിതിയൊക്കെ ഉണ്ടാവും. ഈ പുണർതം മകരം നാളുകാർക്ക് അങ്ങനത്തെ ഒരു സമയസ്ഥിതി കൂടി ഉണ്ട് ഈ മാസം. മനസ്സുകൊണ്ട് ഒരു വീട് നിർമ്മിക്കണമെന്ന് തോന്നും, നിർമ്മിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കാൻ തോന്നും. അതോടുകൂടി ആരംഭിച്ച് പതുക്കെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തടസ്സപ്പെട്ടിരിക്കുന്ന രോഹിണി, തിരുവാതിര നക്ഷത്രക്കാർക്ക് ഗൃഹനിർമ്മാണം തടസ്സത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ, തടസ്സം വന്നിരിക്കുന്ന ഗൃഹനിർമ്മാണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കച്ചവട കാര്യങ്ങൾ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് അതൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ രീതിയിലൊക്കെ ഗുണസിദ്ധികൾ വരും. പക്ഷെ എന്നാലും ദാമ്പത്യ ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞാക്കാനെങ്കിൽ അല്പം കലഹസ്ഥിതികളുണ്ടാവും, മാറി നിൽക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ വിഷമസന്ധികൾ മനസ്സിൽ വന്നു ചേരും പല രീതിയിലും. ഇങ്ങനെയൊക്കെ ഉള്ളൊരു സമയസ്ഥിതിയാണ് ഇന്ന് ആളുകാർക്കുള്ളത്. അപ്പോൾ അതൊക്കെ ശരിക്കും നമ്മൾ ഏറ്റവും നന്നായിട്ട് വിശ്വാസമായിട്ടും പ്രാർത്ഥനയായിട്ടും നന്നാൽ മാത്രമേ ഇതൊക്കെ മാറ്റം ഉണ്ടാവുള്ളൂ. ഇടവൻ രാശിയിലുള്ള നക്ഷത്രത്തിലാണ് ഈ രോഹിണി പെടുന്നത്. ആ രോഹിണിക്കുണ്ട് ബുദ്ധിമുട്ട് കാര്യങ്ങൾ. മിഥുനൻ രാശി പെടുന്ന മകരം, തിരുവാതിര, വ്രതം ഈ നാളിൽ വ്രതക്കാർക്ക് വിഷമസന്ധികൾ, അതുപോലെ തന്നെ കർമ്മരംഗത്ത് സ്ഥാനഭ്രംശം, മാറ്റം കിട്ടാൻ സാധ്യത, അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ കൂടപ്പിറപ്പുകളായിട്ട്, അത് രോഹിണിക്കാർക്കാണ് പ്രധാനം. നമ്മളുടെ കൂടപ്പിറപ്പുകളായിട്ടും മാതാപിതാക്കളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലോഹ്യം ഉണ്ടാക്കുന്ന അവസ്ഥ. വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ജോലിയാവാതെ ഒരു 10-23 വയസ്സിന് താഴെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു രീതിയിലും കുടുംബമായിട്ട് യോജിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥകളും മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നവർക്ക് എങ്ങനെയെങ്കിലും നമുക്ക് എങ്ങോട്ടെങ്കിലും മാറണം, നിൽക്കണം എന്നൊക്കെയുള്ള മനസ്സുകൾ വരും. അതുപോലെ തന്നെ ഒരു രീതിയിലും മനസ്സുകൊണ്ട് തോന്നില്ല, മാതാപിതാക്കളെയും സജ്ജനങ്ങളെയൊക്കെ അനുസരിക്കാനൊന്നും മനസ്സുകൊണ്ട് തോന്നില്ല.
അങ്ങനത്തെ സമയമാണ് രോഹിണിക്കാർക്ക് ഇപ്പോൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മാസമൊക്കെ കഴിഞ്ഞ് വ്യത്യാസം ഉണ്ടാവും, എന്നാലും ഈ മാസം അവർക്ക് വിഷമസന്ധിയാണ്. തിരുവാതിരക്കാർക്കാണെങ്കിൽ കുടുംബത്തിൽ ഗൃഹത്തിൽ ഇപ്പോൾ മാനസികക്ലേശം ഉണ്ടാവാനുള്ള സാധ്യത, ആർക്കെങ്കിലൊക്കെ രോഗാതുരിതങ്ങൾ, വേണ്ടപ്പെട്ട ആർക്കെങ്കിലൊക്കെ രോഗാതുരിതങ്ങൾ വന്ന് അത് ചിന്തിച്ച് വിഷമിക്കേണ്ട സാഹചര്യങ്ങൾ വരും. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നതാണ് തിരുവാതിരയ്ക്ക്. പിന്നെ കർമ്മരംഗത്ത് അവർ ചെയ്യുന്ന ജോലി രംഗത്ത് അഭിവൃദ്ധി കുറയും. പ്രധാനമായിട്ട് അവർക്ക് ഗുണസിദ്ധികൾ കുറയും. നേരത്തെ ഉണ്ടായ അത്രയും വരുമാനം ഈ സന്ദർഭത്തിൽ ഈ സമയത്തിൽ കിട്ടില്ല. അതിനുള്ളൊരു സമയസ്ഥിതിയാണ്. അതുപോലെ തന്നെ ജോലി രംഗങ്ങൾക്ക് അല്പം മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് തിരുവാതിരക്കാരുടെ. അവർ അല്പം മേൽഗതി എന്നല്ല പറയാം, മേൽഗതി ഉണ്ടാവുന്നുള്ള അവസ്ഥയല്ല, ചെറിയ ചുരുങ്ങുന്ന രീതിയിലുള്ള അവസ്ഥയ്ക്കാണ് സാധ്യത തിരുവാതിരക്കാർക്ക്. അതുപോലെ തന്നെ അവർക്കും ഈ മാതാപിതാക്കളായിട്ടാണെങ്കിലും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ ആയിട്ടാണെങ്കിലൊക്കെ അകൽച്ചയ്ക്ക് സാധ്യതയുണ്ട്. മനസ്സുകൊണ്ട് അകന്ന് നിൽക്കാനൊക്കെ തോന്നും, സുഹൃത്തുക്കളെയൊക്കെ അകറ്റി നിർത്താനൊക്കെ തോന്നും. അങ്ങനെയൊക്കെയുള്ള മനസ്സൊക്കെ വരുന്ന സന്ദർഭവും സമയവുമൊക്കെയാണ് തിരുവാതിര നാളുകാർക്ക് ഇപ്പം എന്നല്ലേ. പിന്നെ ഈ തിരുവാതിരക്ക് ആകെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നടന്നു പോകും. ഇവരുടെ എങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാലും അവരുടെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള സാഹചര്യങ്ങൾ അവർക്ക് ഒത്തുചേരും. ഇപ്പോൾ ബുദ്ധിമുട്ടുകളില്ലാതെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള സാഹചര്യങ്ങൾ ദൈവാനുഗ്രഹം കൊണ്ട് അവർക്ക് വന്നു ചേരും. അതൊരു മുജ്ജന്മ പുണ്യമൊക്കെയാണ് അങ്ങനെ വന്നു ചേരുന്നത്. അങ്ങനെയുള്ള ഗുണസിദ്ധികളൊക്കെ ഉണ്ടാവും. അതൊക്കെയാണ് ഈ നാളുകാർക്കുള്ള അല്പം ദോഷങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ. മകീരനാളുകാർക്കും അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. മകീരനാളുകാർക്കും കുടുംബമായിട്ട് അകന്ന് നിൽക്കാനുള്ള മനസ്സുണ്ടാവും, അവരെക്കാട്ട് ലോഹ്യം ഉണ്ടാക്കാനുള്ള മനസ്സുണ്ടാവും, കൂടപ്പുറപ്പോലായിട്ട് ലോഹ്യം ഉണ്ടാക്കാനുള്ള മനസ്സുകളൊക്കെ വരും. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ പുതിയ ആരംഭിക്കാൻ നല്ലതാണ് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ. ഈ മകേരിക്കാർക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ, പുതിയ സംരംഭങ്ങൾ, പുതിയ ജോലിയിൽ കയറാനായിട്ട് പുതിയതായിട്ട് തുടങ്ങാനുള്ള മനസ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തുടങ്ങാവുന്നതാണ്. അതിനൊക്കെ പറ്റിയൊരു സമയസ്ഥിതിയാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. എന്താണെങ്കിലും ഇവരൊക്കെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക, അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക. എല്ലാവരും സാധിക്കുന്ന എല്ലാവരും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. മഹാദേവൻ്റെ പോയി പ്രാർത്ഥിക്കുക, വിഷ്ണു ഭഗവാന്റെ പോയി പ്രാർത്ഥിക്കുക. ഇങ്ങനെയൊക്കെ ഈ ദുരിതങ്ങളിൽ നിന്ന് മോചനം കിട്ടണം, എല്ലാവർക്കും മാറ്റം കിട്ടണം. എന്നാൽ മാത്രമേ ഇതൊക്കെ ഒരു ഗുണസ്ഥിതിയിൽ വരുള്ളൂ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. അതിന് ദൈവങ്ങളുടെയൊക്കെ ഒരു കരസ്പർശം വേണം, അവരുടെയൊക്കെ ഒരു അനുഗ്രഹം വേണം, മാതാപിതാക്കളുടെ അനുഗ്രഹം വേണം. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്ന സ്ഥാനത്തൊക്കെ വിജയസാധ്യത കിട്ടുകയുള്ളൂ. അതിനായിട്ട് എല്ലാവരും മനസ്സറിഞ്ഞ് ശ്രമിക്കുക. എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം മഹാദേവൻ തരട്ടെ. ശുഭദിനാശംസകൾ. നമ്മളുടെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം തരട്ടെ. മഹാദേവൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ശുഭദിനാശംസകൾ, എല്ലാ നന്മകളും നേരുന്നു.